നമ്മുടെ നാട്ടിൽ എവിടെ നോക്കിയാലും കാണാൻ സാധിക്കുന്ന ഒരു പക്ഷിയാണല്ലോ കാക്കകൾ. എന്നാൽ ഷോക്കേറ്റോ വണ്ടി തട്ടിയോ കാക്കകളെയാണ് നമ്മൾ റോഡരികിൽ കാണാറുള്ളത്. അത് തന്നെ ചിലപ്പോഴൊക്കെ അപൂർവമായിട്ടാണ് കാണപ്പെടുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഈ വയസ്സായ കാക്കകൾ എവിടെ പോയാണ് ചാവുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കാക്കകൾ മാത്രമല്ല, പൊതുവെ എല്ലാ ഇനം പക്ഷികളും ചത്തുകിടക്കുന്നത് കാണാറ് അപൂർവമായിരിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ ഈ പക്ഷികൾ എവിടെ പോയാണ് മരിക്കുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ഏത് പക്ഷിയാണെങ്കിലും ഷോക്കേറ്റോ വണ്ടി തട്ടിയോ ചത്തുകിടക്കുന്നതല്ലാതെ നമ്മൾ അപൂർവമായിട്ടാണ് കാണപ്പെടുന്നത്. യഥാർത്ഥത്തിൽ പക്ഷികൾക്ക് ആയുസ് കുറവായിരിക്കും. ഈ തൊടിയിൽ കാണുന്ന പക്ഷികൾ ഏകദേശം 4 വർഷം വരെയാണ് ജീവിക്കുന്നത്. ഇവർ സ്വാഭാവികമായിട്ടുള്ള മരണങ്ങൾ വളരെ കുറവാണെന്നാണ് ബ്രിട്ടൻ പക്ഷി നിരീക്ഷണ സ്ഥാപനമായിട്ടുള്ള RSPB റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ കാലം ജീവിക്കുന്ന പക്ഷിയാണ് ആൽബട്രോസ് ഇനത്തിൽപ്പെട്ട പക്ഷികൾ. ഇവർ ഏകദേശം 64 വർഷം വരെ ജീവിക്കുമെന്നാണ് റിപ്പോർട്ടുകളിലുള്ളത്. എന്നാൽ ഈ ചെറിയ പക്ഷികൾക്ക് 2 വയസ്സാകുമ്പോഴേക്കും ആയുസ് അങ്ങ് തീരും. ഇനിവർ ഇണ ചേർന്ന കാലം വന്നെത്തിയാൽ പക്ഷികൾക്ക് ആയുസ് കൂടുതലായിരിക്കുമെന്നാണ് RSPB ഗവേഷകർ കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഇതുവരെ യഥാർത്ഥ ഉത്തരത്തിലേക്ക് കടന്നില്ല. ഇനി നമുക്ക് യഥാർത്ഥ ഉത്തരത്തിലേക്ക് വരാം. പക്ഷികൾ എവിടെയാണ് മരിച്ചു വീഴുന്നത്? പറക്കുന്നതിനിടെ ചത്തു വീഴുന്നതാണോ? അതല്ല. പക്ഷികൾ ചെയ്യുന്നത് അവരുടെ അവസാനം അടുത്തെത്തുമ്പോൾ അത് മനസ്സിലാക്കി ഏകാന്തവാസത്തിലായിരിക്കുമെന്നാണ് ഗവേഷകർ പറയപ്പെടുന്നത്. മനുഷ്യരെയും മറ്റു പക്ഷികളെയും ഒഴിവാക്കി ഏകാന്തവാസം നയിക്കലാണ് ചെറിയ പക്ഷികൾ ചെയ്യുന്നത്. കുറ്റിക്കാടോ മരപ്പത്തുകളോ ലക്ഷ്യമാക്കി അവസാന ദിവസം വരെ ജീവിക്കാൻ ഇവർ തിരഞ്ഞെടുക്കുന്നു. പക്ഷെ നിങ്ങളുടെ മറ്റൊരു സംശയമായിരിക്കും, ഈ ചത്ത പക്ഷികളുടെ ശരീരഭാഗങ്ങൾ എവിടെയായിരിക്കുമെന്ന്. യഥാർത്ഥത്തിൽ പറക്കാൻ കഴിയുന്ന ജീവിയായതുകൊണ്ട് തന്നെ പക്ഷികൾക്ക് ശരീരഭാരം വളരെ കുറവാണ്. ഭാരം കുറഞ്ഞ അസ്ഥികളും കൂടുതൽ തൂവലുകളുമുള്ള ഇവർക്ക് മാംസം വളരെ കുറവായിരിക്കും. ചത്തുപോകുന്നതോടെ ഇവരുടെ ശരീരം എളുപ്പത്തിൽ ലയിച്ചു പോകുന്നു. ശരീരത്തിൽ അധികം മാംസം ഇല്ലാതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഈ പ്രക്രിയ നടക്കുകയും ചെയ്യും. ഇനി കാക്കകളുടെ കാര്യം നോക്കിയാലും ചത്ത കാക്ക പുറത്തെവിടെയെങ്കിലും കാണാത്തതിന്റെ കാരണങ്ങളും ഇതൊക്കെ തന്നെയാണ്. എന്നാലും വയസ്സായ കാക്കകൾ കൊല്ലുകയാണ് ചെയ്യുന്നതെന്ന് നിങ്ങളിൽ പലരും കേൾക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഈ കാര്യത്തിൽ ശാസ്ത്രീയപരമായി ഒരു തെളിവുമില്ല. എന്നാൽ തങ്ങളുടെ അധീന പ്രദേശത്തേക്ക് കടന്നു വരുന്ന മറ്റൊരു കാക്കയെ തമ്മിൽ ശക്തമായി പോരാട്ടം തന്നെ നടക്കും. കാക്കകൾക്ക് ഏകദേശം ആയുസ് എന്ന് പറയുന്നത് 7 മുതൽ 22 വർഷം വരെയാണ്. കൂടാതെ അത്യാവശ്യം വലുപ്പം ഉണ്ടായതുകൊണ്ട് തന്നെ ചത്ത കാക്കകളെ കണ്ടു കഴിഞ്ഞാൽ അവയെ ഭക്ഷണമാക്കുന്ന ജീവികളും കൂടുതലാണ്. കാക്കകളെ നമ്മൾ അകറ്റി നിർത്തുവാണെങ്കിലും പക്ഷികൾക്കിടയിൽ ഏറ്റവും ബുദ്ധിശാലികളായത് കാക്കകൾ തന്നെയാണ്. എന്തിനേറെ പറയാം, നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ടാവും ഇങ്ങനെയുള്ള അനുഭവം. ആളുകളുടെ മുഖം തിരിച്ചറിയാൻ കഴിയുന്ന കാക്കകൾ ആരെങ്കിലും ദ്രോഹിച്ചു കഴിഞ്ഞാൽ അവരെ കുറിച്ച് കുറെ കാലം ഓർത്തു വെക്കും. എന്തായാലും ചത്ത പക്ഷികളെയും കാക്കകളെയും എന്തുകൊണ്ടാണ് പരിസരങ്ങളിൽ കാണാൻ കഴിയാത്തതെന്നതിന്റെ ഉത്തരം നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ലഭിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.